ടീമേ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങൾക്ക് ഒരു പ്രത്യേകമായ ഒരു വീഡിയോ ആണ്. ഞങ്ങളുടെ വെഡ്ഡിങ്ങിന് നിങ്ങൾ ഒരുപാട് സ്നേഹത്തോടെ ഞങ്ങൾക്ക് നൽകിയ ഗിഫ്റ്റിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങളുടെ കൂടെ അഞ്ജു ഉണ്ട്, പിന്നെ അമ്മച്ചിയുണ്ട്. അമ്മച്ചി എന്താ പറയാനുള്ള? ഈ സ്നേഹത്തോടെ ഞങ്ങൾക്ക് നൽകിയ എല്ലാ ഗിഫ്റ്റുകാരോടും ഞങ്ങൾ സ്നേഹത്തോടുകൂടി നന്ദി പറയുന്നു. അപ്പോൾ എല്ലാവരുടെയും കല്യാണത്തിന് നമ്മൾ ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴാണ് ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യണമെന്നപ്പോൾ യൂട്യൂബേഴ്സൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ ഓർക്കാറുണ്ട്. അപ്പോൾ ഒത്തിരി ഗിഫ്റ്റുകൾ കിട്ടിയിട്ടുണ്ട് അല്ലേ? നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാമോ? ചിലർക്ക് അങ്ങനെ നേരത്തെ തന്നെ നോക്കി ഞങ്ങൾ പലരോടും വേണ്ട ഒന്നും കൊണ്ടുവരണമെന്നാണ് പറഞ്ഞു വെച്ചത്. എങ്കിലും ഇത്രയും കിട്ടിയ സാധനം വീണ്ടും കൊണ്ടുവന്ന് തരിക, കൊണ്ടുവന്ന് തന്നെ സാധനം മടക്കാൻ പറ്റില്ല, അങ്ങ് സ്വീകരിച്ചു. അത് തന്നവർക്ക് വീണ്ടും വീണ്ടും നന്ദി പറയുന്നു. അപ്പോൾ ഓരോരുത്തരും ഒരു സാധനം പൊട്ടിച്ചോ? അമ്മച്ചിടക്ക് സംസാരിച്ചാൽ മതി. അഞ്ചു അത് പൊട്ടിച്ചോ? നീ ഇത് പൊട്ടിക്ക്. താരാമ്മ. ഞാൻ ഈ പാത്രം നിങ്ങളുടെ കസിൻ കൊണ്ടുവന്നല്ലേ? അതെ അതെ, നല്ല അടിപൊളി നല്ല പാത്രം. തോറൊക്കെ നമുക്ക് പാത്രം ഉണ്ടാ. പേരെന്താ കൊണ്ടുവന്നാണല്ലേ? പേരറിയില്ല കേട്ടോ. നീ എങ്ങനെ മനസ്സിലായി കസിൻ കൊണ്ടുവന്നു? എനിക്ക് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അടിപൊളി ഒരു പാത്രം കിട്ടി. അടുത്തത് കപ്പാണ് കേട്ടോ. അടിപൊളി കപ്പ്. പേരില്ല കേട്ടോ ഇതിലാരാണ്. അടുത്ത കിട്ടിയത് ഒരു ഫ്രെയിം ആട്ടോ. ഞങ്ങൾ രണ്ടിന്റെയും മനസ്സമ്മതത്തിന്റെ ഫോട്ടോ ചെയ്ത് അടിപൊളിയായിട്ടുണ്ടല്ലേ? പേരില്ല. അഞ്ചു പൊട്ടിച്ചാ? അഞ്ചു കൂടെ പട്ടിക്ക് അടിപൊളി അമ്മച്ചി ക്ലോക്ക് വേണമെന്ന് രാവിലെ പറഞ്ഞേ ഉള്ളു. കിടക്കുമ്പോഴോട്ട് വെച്ചോ? അമ്മച്ചിക്കേ സമയം നോക്കാൻ വേണ്ടി ക്ലോക്ക് വേണം. നമുക്ക് എന്നോട് മേടിക്കുന്ന കാര്യം പറഞ്ഞോളൂ. ക്ലോക്ക് ആരാണെങ്കിലും ടൈക്കോട്ടാ. പേര് വെച്ചിട്ടില്ല. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പേരുണ്ട്. അവിടെ ഇതില് പേരില്ല. പേരില്ലാത്ത ആൾക്കാരില്ല. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് അതും ആരോ തന്നതാണ്. പേരില്ല. പേരുള്ളത് ഗിഫ്റ്റ് ഉണ്ട്, അത് വായിക്കാം. ഇതില് പേരില്ല, പേരുള്ള നല്ല ഭംഗിയുണ്ട്. അത് നമുക്ക് വായിച്ചു നോക്കാം. അപ്പൊ അടുത്ത് ഞങ്ങള് ഓപ്പൺ ചെയ്യുവാണ്. ഇത് നമ്മുടെ അഞ്ചു തുറക്കുന്ന നമ്മുടെ നമുക്ക് വീണ്ടും നമ്മുടെ ബീബി ചേട്ടന് നേരത്തെ എഴുന്നേക്കാൻ പറ്റിയ ടൈം പീസ് ആണെന്ന് തോന്നുന്നല്ലേ? അടിപൊളി. ഇത് എന്താണ്? ഇത് വഞ്ചിയാ? ഇത് അഞ്ചു പറഞ്ഞ ആരോ? ജെറോമി തന്നാണ്ടാ. ജെറോമിനോട് സോറി ചോദിക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ക്രൗഡ് ആയതുകൊണ്ട് ജെറോമിന് എനിക്ക് കാണാനും പറ്റിയില്ല, ഫോട്ടോ എടുക്കാനും പറ്റിയില്ല. ഇനി ഒരു അവസരത്തിൽ എടുക്കാട്ടാ. ഗിഫ്റ്റ് കിട്ടി. ഇത് എനിക്ക് തോന്നുന്നു തോണിയാന്ന് തോന്നുന്നത്. ആലപ്പുഴക്കാരനാണ് പുള്ളി. തോന്നി. അടിപൊളി. ഞാനേ ആലപ്പുഴയിൽ ഒരു ബോട്ടിൻ്റെ ഒരു ഉദ്ഘാടനത്തോട് ഇങ്ങനത്തെ കിട്ടിയിട്ടുണ്ട്. പൊട്ടിച്ചോ? സമയം പോലും. അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറയാം. കുറക്കാൻ പറ്റുന്നുണ്ടാ? പേരുണ്ടെന്ന് തോന്നല്ലേ? അതിൽ പേരുണ്ടാ? എന്താ എഴുതേക്കണം? ബില്ലടി എന്ന് എഴുതേക്കണം. ബില്ല് ആണോ? പക്ഷെ ഒരല്ലേ ഉള്ളൂ. പിന്നെ ഇതാരാ തന്നെ ഉറപ്പുണ്ട? ഫിലിം എംപ്ലോയി യൂണിയൻ. താങ്ക് യൂട്ടാ. ഇത് പെൻസിൽ ഡ്രോയിങ് ഇത് കണ്ടായിരുന്നാ? അടിപൊളിയായിട്ടുണ്ട്. ഇത് ആര് തന്നാലും ഒത്തിരി ഇഷ്ടമായി. ഞങ്ങൾ 3 പേരും കൂടെ ഉള്ള കാരണം അല്ലെങ്കിൽ പിന്നൊരു കാര്യം, ഈ പണിക്കും ഉത്സാഹമില്ലാത്ത ആൾക്കാർ പണിക്കും ഉത്സാഹില്ല. പണിക്കും ഉത്സാഹമില്ലാത്ത ആൾക്കാര് ഇവിടെ 4 മണിച്ചപ്പോൾ അവിടെ 1 മണി ഇരുന്നിട്ടില്ല. ഞാനിത് ചെറുതെടുക്കാണ്. എന്താണ്?
എന്താണത്? അയ്യോ ഇത് ഭയങ്കര വലിയ മൊമെന്റ് അല്ല എവിടെ? എനിക്ക് ഇത്രയും വലിയ കിട്ടിയിട്ടില്ല കേട്ടോ മൊമെന്റോ ഒന്നും. ആഹാ. അപ്പൊ എന്റെ ഫോട്ടോയും കൂടി ഉണ്ട്. അടിപൊളി താങ്ക് യു. മൊമെന്റോ ഉണ്ടാവില്ല. അങ്ങനെ എൻ്റെ വീട്ടിൽ വെക്കാം. ഞാൻ ബാക്കിൽ വെക്കുന്നുണ്ട്. സ്ഥലമില്ല. നിങ്ങൾ പൊട്ടിച്ചോട്ടാ. ഈ വീഡിയോയിൽ അനുസരിച്ച് കൂടുതൽ കാണുക. കാട്ടും കാണാതിരിക്കരുത്. ഒന്ന് ഹെൽപ്പ് ചെയ്യോ? ഹെൽപ്പ് ചെയ്യാലോ. ഞാൻ പണിയെടുപ്പിക്കും അല്ലേ? നീ ഒരു കാര്യം ചെയ്യാൻ ചെറിയ സാധനം കുട്ടിക്കും കുട്ടിക്കാത്ത വേണം. എന്താ പറയാനുള്ള എനിക്ക് ഞാൻ കണ്ടുകൊണ്ടിരിക്കാൻ എനിക്കൊന്നും പറയാനില്ല. എന്താ തന്ന അതൊക്കെ എല്ലാവരും നന്ദി പറയാൻ അറിയും. അത് തന്നെ മതി. അമ്മച്ചൊന്ന് ഉറങ്ങിക്കോ. പേര് നോക്കണ ചേട്ടാ. പേര് ചെയ്തിട്ടില്ല. ആരും വേറെ എവിടെയെങ്കിലും ഉണ്ടാവും. സൂപ്പർ. നമ്മുടെ കിച്ചണിലേക്ക് ആവശ്യമായിട്ട് ഇതിന്റെ ആവശ്യം നമ്മള് വാങ്ങായിരുന്നല്ലേ ചേട്ടാ? ഇത് എനിക്ക് ആവശ്യമല്ല. അടിപൊളി കേട്ടോ. തരക്കിന്നാളെ ചായ കളിപ്പിക്കാം. ഇഷ്ടമായ അമ്മച്ചി ഇത്? നല്ല കനമുണ്ട് കേട്ടോ. പേരില്ല കേട്ടോ. ആരാ തന്നെ? ചീനച്ചട്ടി ചീനവല ചൈനക്കാരുടെ ഫോർട്ട് കൊച്ചി ബോട്ട് ജെട്ടി കൊച്ചിക്കാരുടെ. ആ ചീനച്ചട്ടി കൊച്ചിക്കാർക്ക് ഇതിൽ വെച്ചു. അതിലൊക്കണം. എന്താണത്? അതെ ബിജുവാ. ബിജു ആൻഡ് ഫാമിലി. ആ ബിജുവിന്റെ കൂട്ടുകാരനാണ്. ഞാൻ ബിജു ഞാനും കൂടി തേവരയാണോ? തേവരനുള്ളത്. അടിപൊളി ഗിഫ്റ്റ് ആണ് കേട്ടോ. ബിജുവിനെ കാര്യം പറയണം. ബിജു ഞാനും കൂടി ഒരുപാട് വർഷം ജോലി ചെയ്തിട്ടുള്ള ഞങ്ങൾ കോണ്ടാക്ട്. പിന്നെ ഞാൻ പണി പിടിച്ചേർന്ന് നടത്തണമായിരുന്നു. ടൈൽസിന്റെ പണിയൊക്കെ. ബിജു അങ്ങോട്ടേക്ക് വെക്കാവോടാ. ഈ സ്നേഹം പങ്കിട്ടെന്ന് വളരെ ഒരു 10 വർഷം മുമ്പാണ് ഞാനും ബിജുവും കൂടെ എല്ലാ ദിവസവും മാറ്റി വെക്കട്ടെ. അടിച്ചിട്ട് പോകല് അതെന്താ ഇതെന്റെ കുവൈറ്റിലുള്ള അപ്പാപ്പനാണ്. അനിപ്പാപ്പൻ ആൻഡ് ഫാമിലി തന്നതാണ് കേട്ടോ. കുവൈറ്റിലുള്ള അപ്പാപ്പനെ ഞങ്ങളുടെ കല്യാണം പ്രമാണിച്ച് ഫാമിലി ആയിട്ട് ടിക്കറ്റ് എടുത്ത് ഇവിടെ എറണാകുളത്ത് താമസിച്ച് കല്യാണം കൂടിയിട്ട് പോയതാണ്. പ്രത്യേകം അമ്മച്ചിക്ക് സാരി. അമ്മച്ചിക്കും ഒന്ന് എനിക്കും. പിന്നെ ചേട്ടന് ഒരു പെർഫ്യൂം ഉണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? അമ്മച്ചിക്ക് ഏതിൽ ഇഷ്ടമായതാ? ചോക്ലേറ്റ്. അപ്പൊ അനിപ്പാപ്പനും ഫാമിലിക്കും സുഷമാൻറ്റിക്കും അതുപോലെ തന്നെ അബിഗയിലും അക്സയ്ക്കൊക്കെ ഒരുപാട് താങ്ക്സ് കേട്ടോ. ഇഷ്ടായേ? അത് താരോട്ടാലും ഞങ്ങള് കഴിച്ചു കേട്ടോ. അധ്വാന ഫലം കിട്ടിയല്ല. അജയ്ക്ക് കൊടുത്തില്ല. അയ്യക്കും അതിനായിട്ട് ചെറിയ ഗിഫ്റ്റ്. ചെറിയ ഗിഫ്റ്റ് കുട്ടിക്കണ്ടേ? അങ്ങനെ മധുരം പങ്കിട്ട് ആരായാലും കൊള്ളാം. അടുത്തൊരു സാരി കേട്ടോ. ആണ് സാരിയാ. എനിക്ക് ഇഷ്ടപ്പെട്ടത് ആരോ എടുത്താൽ മതി. ഇതാരാണോ പേര് വെച്ചിട്ടില്ല കേട്ടാ. പേരില്ല. ഷർട്ടും ടോപ്പും ആണ്. അങ്ങനെയാണെങ്കിൽ എന്റെ ഫ്രണ്ട് ശ്വേതയാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. എനിക്കറിയില്ല. അല്ല ശ്വേത. ഇത് ഭയങ്കര പാക്കിംഗ് ആയി പോയതാ. നിങ്ങൾ പൊട്ടിച്ചോ? അത്ര തരുമോ? അടുത്ത പൊട്ടിക്കൂ. അമ്മച്ചി എന്തെങ്കിലും പറയൂ. ആൾക്കാർക്ക് ബോറടിക്കുന്നു. മിഠായി ബോറടിക്കണമെങ്കിൽ ഒരു മിഠായി വേണ്ടി വായി വെച്ച് കൊടുത്താൽ അങ്ങനെ എന്താണ്? നല്ലൊരു വാച്ച് കിട്ടിയിട്ടുണ്ട്. ആരാണെങ്കിലും താങ്ക് യു. പേരില്ലേ ചേട്ടാ അതില്? പേര് ആരും കിട്ടുന്നില്ലല്ലോ. വാച്ച് നല്ല സൂപ്പർ വാച്ചട്ടാ. അടുത്ത ഗിഫ്റ്റ് കൊടുത്തിട്ടാണേ. ഇതൊരു ഇത് ടോപ്പും ഷർട്ടും കാണിച്ചത്. ഇതാരാ തന്നേന്ന് അറിയില്ല കേട്ടോ. അതിൽ പേരുണ്ടെന്നൊന്നും പേര് വെച്ചിട്ടില്ല. എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ.
ഹൃദയം എനിക്ക് ആത്മാർത്ഥം ഹൃദയമാണ്. പിന്നെ ഒരു പൈസ കിട്ടിയിട്ടുണ്ട്. വീണ്ടും വീണ്ടും പൈസ ജെയ്സനാണെന്ന് തോന്നുന്നത് അല്ലല്ലേ? വീണ്ടും പൈസ. നല്ല പൈസ. താങ്ക് യു കേട്ടോ. അപ്പൊ എല്ലാവരും മനസ്സിലാക്കി എന്ത് ചെയ്യും? അടുത്ത വീണ്ടും ഒരു ഫോട്ടോ ഫ്രെയിം ആണ്. ഞങ്ങളുടെ മനസ്സമ്മതത്തിന്റെ ഫോട്ടോയാണിത്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. സൂപ്പർ. അങ്ങോട്ടേക്ക് ശരി. ഗിഫ്റ്റുകൾ കൂമ്പാരമായിട്ടാ. കൂമ്പാരമായി. പേരില്ല. താങ്ക് യു. ഞാൻ കുറച്ച് ബാക്കിലോട്ട്. ഹെൽപ്പ് ചെയ്യൂ ചേട്ടാ. ഐഫോണാണോ? എന്റെ കൈ മുറിക്കില്ല ചേട്ടാ. പതുക്കെ. അല്പമാണെങ്കിൽ ഇപ്പൊ തന്നെ തുറന്നെടുക്കും. ഇതില് പേരുണ്ടോ നോക്കണേ. വെട്ടുകത്തിയ അമ്മച്ചിക്ക് രൂപമാണ്. ഇതൊരു വാഷ്ട്രാക്കല്ലേ? ഫാസ്ട്രാക്കിന്റെ വാച്ചാണ്ടാ. അത് മൂന്നാലേ അമ്മച്ചി കൊടുത്തത് എന്റെ ഞാനായിരിക്കുന്നുണ്ട്. നോക്കിയാ സൂപ്പർ വാച്ച്. ആര് വന്നാലും വളരെ സന്തോഷം. അടുത്ത ഗിഫ്റ്റ് ആണ് ഇത്. എന്താണ് വലുതാണത്? ചേട്ടാ ഒന്ന് സഹായിക്കൂ ചേട്ടാ. എന്നെ അടുത്ത സഹായിക്കുമ്പോ അടുത്ത് വെറുതാ കാല് ബോക്സൊക്കെ അടുത്ത് കളയട്ടാ. ചക്കൊക്കെ കൊണ്ടുവരുമ്പോ ഇങ്ങനെ എല്ലാരും വിളിക്കും. ചക്ക വെട്ടണ അതിന്റെ പേരുണ്ടെന്നൊന്ന് വായിച്ചേടാ. എന്താ പേരെന്താ? മാജിക് ക്രിസ്റ്റഫർ. താരയുടെ ആരോ കൊച്ചിയിലാണ്. കൊച്ചിയിലുള്ള ആരോ ആണ്. കൊച്ചിയിലുള്ള. അപ്പൊ എന്റെ ആരോ കൊച്ചിയാണെങ്കിൽ എന്റെ അത്രയാന്ന്. നീ എന്തൊക്കെ കാണിക്കണ? പറ്റുന്നില്ല. അതൊരുപാട് കണ്ടിട്ടുണ്ട്. ഇതെന്റെ വല്യമ്മച്ചി തന്നെയാണ് കേട്ടോ. ഇത് പൊടിയമ്മ. താങ്ക് യു പൊടിയമ്മ. താങ്ക് യു. പൊടിയമ്മ വല്യമ്മച്ചാണോ? പൊന്നൂസിന്റെ വല്യമ്മച്ച അടിപൊളിയാണ്ടാ. എന്താണത്? ചേട്ടൻ ഒപ്പിച്ചു. സോറി. കുറച്ച് രൂപ അവിടെ വെച്ചോ അമ്മച്ചി. എന്താണിത്? ഇത് നമുക്ക് അവിടുന്ന് സ്റ്റാർ മാജിക്കിലെ ചേട്ടന്റെ ബെസ്റ്റ് ഉണ്ടായ സ്റ്റാർ മാജിക്കിന് തന്ന ഗിഫ്റ്റ് ആണ് ഇത്. ആരാ തന്നേന്ന് ഓർക്കണല്ലേ? ഇത് പേരുണ്ടായാലും അതിന്മേ പേരുണ്ടാ? എവിടെ? ഇത് ലക്ഷ്മി എന്നല്ലേ? ലക്ഷ്മി എന്ന സ്വർണ്ണം ഉണ്ടാ. അടിപൊളി. കൈച്ചെയിനാണോ ഇത്? ചൈന. ഇട്ടിട്ട് ഞങ്ങള് വേറൊരു വീഡിയോ ഇടും. താങ്ക് യു കേട്ടോ. താങ്ക് യു സോ മച്ച്. ലക്ഷ്മി തന്നെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. അവിടെ വെച്ച് ഞാൻ കണ്ടതാ. അടുത്ത ഇത് ആര് തന്നതാ? ഇത് സ്റ്റാർ മാജിക്കിൽ ആരോ തന്നെയാണ്. വാച്ചാണ്ടാ. പേരുണ്ടാ നോക്കിയാ ആ കവറില്? എവിടെ കിട്ടിയത്? ഇതിന്റെ കൂടെ കിട്ടിയതാ. കവർ ഉണ്ടാ? കവറിൽ ആര്? ആരുടെ റോബിനാ? റോബിൻ ചെറിയ കടവ്. നമ്മ ഇന്ന് രാവിലെ വന്നില്ലേ? നമ്മുടെ റോബിൻ ചേട്ടൻ കിട്ടിട്ടോ. കിട്ടിയേട്ടാ. വാച്ചും ഗോൾഡ് കൂടെ വെച്ചിട്ടുണ്ട്. റോബിൻ ചേട്ടന്റെ ഗിഫ്റ്റ് ആണിത്. അടുത്തത് അല്ല ഫ്രെയിം എടുക്കാനുള്ളതാണ്. ആൾക്കാരുടെ വണ്ടി പോകുമ്പോഴാ ഞാനിതൊക്കെ ഇതൊക്കെ എടുത്ത് എറിഞ്ഞാ ശരിയല്ല. നമുക്ക് വൃത്തിയാക്കണ്ടേ? പിന്നെ വാവ് സൂപ്പർ.
സൂപ്പർ സൂപ്പർ. പേരുണ്ടോ നോക്കി ചേട്ടാ? പേരാ? ഇതില് പേരുണ്ട്. പേര് വയ്ക്കൂ. സ്വന്തം ടീമിന് ഹൃദയം നിറഞ്ഞ വിവാഹ ആശംസകൾ. വിവാഹ മംഗളാശംസകൾ. ജിജു മാധവൻ. ജിജു മാധവൻ. സാനി തോമസ്. സാനി തോമസ് രണ്ടിനും കൂടെ തന്നിരിക്കുന്നു. സൂപ്പർ. എന്റെ പുതിയ വീട് നോക്കുമ്പോൾ ഏതായാലും ഇത് ആ വീട്ടിൽ നോക്കിയിട്ടുണ്ടോ? അടുത്ത് നമുക്കൊരു അടിപൊളി ഗിഫ്റ്റ് ആണ്. അടിപൊളി ഗിഫ്റ്റാണ്. ഇവിടെ എന്തോടാ? സാരി കൂടി ഞാൻ സഹായിക്കാം. നീ വലുതെടുത്ത് അഞ്ചു എന്താണ് പൊട്ടിക്കണത്? അഞ്ചിയുടെ മാന്തി ഒന്നും വിളിച്ചത് നേരം 2 മിനിറ്റ് പൊളിച്ചിരുന്നില്ല. ആ ഇത് ഇതാണ് കേട്ടോ. സെറ്റാണ്, കിച്ചൺ സെറ്റാണ്. നമ്മുടെ പ്ലേറ്റും ഇത് പൊളിക്കണ ഒരാൾക്ക് ഒക്കെയാണ്. 1250 രൂപ. ഇങ്ങനെ പൊളിഞ്ഞു നോക്കാം. ഇതല്ല, ഇത് ആരാണ് തന്നെന്ന് അറിയാൻ ആരും എന്നാലും വളരെ സന്തോഷം. കിച്ചൺ സെറ്റ്, ഡിന്നർ സെറ്റ് ആണ്. അഞ്ചുൻ്റെ ഏതാ? എന്താണുള്ളത്? ഷൂ ആണല്ലോ അത്. ആരാ നിങ്ങണ? അപ്പാപ്പി. അയ്യോ പൈസ വെച്ചിട്ടുണ്ടല്ല. പൈസ വെക്കേണ്ട ആവശ്യമില്ല. അപ്പാപ്പിനെ എനിക്കറിയാം. അതെന്തൊരു പണിയാണല്ലേ? അയ്യോ ഭയങ്കര പാവപ്പെട്ട മനുഷ്യനാണ് പുള്ളി. വീടിന്റെ പണിയൊക്കെ കിടക്കണ പുള്ളിക്ക്. അപ്പാപ്പി ഫിഷിംഗ് വ്ലോഗ് ആലപ്പുഴ. അപ്പാപ്പിനെ അറിയാലോ ഫിഷിംഗ് വ്ലോഗ്. നമ്മുടെ വഞ്ചിയിൽ പോയിട്ട് നീട്ടുവല ഇട്ടിട്ട് മുങ്ങി തപ്പിയും മീൻ പിടിക്കുന്ന ആളാണ്. ഭയങ്കര നല്ല മനുഷ്യനാണ്. അതുപോലെ തന്നെ ഞാൻ ഒരു ദിവസം പോയി കണ്ടായിരുന്നു. അദ്ദേഹത്തിന് വീട് പണി കിടക്കുകയാണ്. അദ്ദേഹത്തിന് വേറെ ഒരു അസുഖത്തിൻ്റെ ഒരു വീട്ടിൽ തന്നെയുള്ള കാശ് അന്വേഷിച്ച് കിടക്കുന്ന സമയത്താണ് എനിക്ക് ഈ പൈസ തന്നത്. പൈസ തന്നതിന് വളരെയേറെ ദുഃഖമുണ്ട്. ഞങ്ങൾക്ക് ദുഃഖമുണ്ട് തന്നെ. അത്ര പുള്ളി ഷൂ തന്നതിന് വളരെയേറെ സ്നേഹമുണ്ട്. അതോടൊപ്പം ഈ പൈസ കണ്ടപ്പോൾ ആ സ്നേഹം മാറി. ഏതായാലും ഞാൻ വരുന്നുണ്ട് വീട്ടിൽ. വളരെ സന്തോഷം. അത് തിരിച്ചു കൊടുക്കണ്ട. ഇതാണ്ടോ വന്ന സാധനം തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു. നമ്മളൊരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണം. ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കി തന്ന 5 കുട്ടിക്ക് ഞാനിവിടെ ഒരു സാധനമുണ്ട്. ഒരു പാടുള്ള ഇതേ ദുബായിൽ നിന്ന് വന്നേണ്ട. ദുബായിൽ നിന്ന് എൻ്റെ കൂട്ടുകാർ വിട്ടതാ. ദുബായിൽ കല്യാണം പ്രമാണിച്ച് വിട്ടതാ. ദുബായിൽ നിന്ന് വന്നില്ല അല്ലേ? ദുബായിൽ നിന്ന് ഇങ്ങനെ ടിക്കറ്റ് ഒക്കെ വന്നേ. കല്യാണം നേരത്തെ വിളിക്കേണ്ടായിരുന്നു. ഇതൊരു ഷെമീന കൊല്ലം, അറിയോ? ഷെമീന കൊല്ലത്തിന് നിങ്ങളുടെ കസിനായിരിക്കും. ഷെമീന കൊല്ലം എന്നെ ഉടുപ്പിച്ചതുകൊണ്ടാണ്. പിന്നെ എന്താണ് കൊല്ലുന്നത്? ദുബായ് പാക്കിങ് ആണ് ഇത്. നിങ്ങളുടെ പേരെയും അടിപൊളി. ഷെമീന അറബിയൊക്കെ ഇതുണ്ട്. നല്ല ഭംഗിയുണ്ട്. വിലയെടുപ്പുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. ആ പെനീസ് വില വെക്കുമ്പോൾ അവിടെ വെക്കാം. ഇത് നോക്ക്. അതിന് പൊക്കത്തിൽ കയറ്റി വെച്ചോ. ഇതൊരു പെർഫ്യൂമാ അല്ലേ? സൂപ്പർ പെർഫ്യൂം. നല്ല ബ്രാൻഡാണ്. അടിച്ചു നോക്കിയേ. വെള്ളാശ്ശേരി ഉണ്ടാകും. അപ്പം കൊടുക്കണം അല്ലേ? കാശ് മാറ്റി വെച്ചോണ്ട് വെള്ളാശ്ശേരി കൊടുക്കാം. സൂപ്പർ പെർഫ്യൂം. വാച്ചോ എന്താണ്? ഗ്ലാസാ? കന്നഡ ഇരിക്കും. കന്നഡ. ആ ഇതിൽ വാച്ചുകൊണ്ട് കന്നഡ ഉണ്ടോ? അത് ഇതാണ് നിന്റെ ക്ലാസ്. ആ ഇത് എന്റെ ക്ലാസ്. എനിക്ക് ദുബായിൽ നിന്ന് വാച്ച് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ദുബായിൽ നിന്ന് വാച്ച് വിട്ടപ്പോയിട്ട്. താങ്ക് യു കേട്ടോ എല്ലാവർക്കും. ഈ വാച്ച് സൂപ്പർ വാച്ച്. അത് ആരൊക്കെയാണ് അങ്ങോട്ട് വാച്ച് കെട്ടി കാണിച്ചിട്ടാണ് കറക്റ്റായിട്ട്. നീളത്ത് കൂടുതല. വേറെ എന്തെങ്കിലും ഉണ്ടായില്ലേ? വേറെന്തോ സാധനം കൂടി ഉണ്ട്. അതിലുണ്ടായില്ലേ? വാച്ചാണല്ല. അമ്മായിമ്മക്ക് മരുമക്ക് ഞാൻ ഞാൻ പുറത്തായി. സൂപ്പർ വാച്ച്. ഇത് ഭയങ്കര ബ്രാൻഡാണ്. ഭയങ്കര വില കൂടിയ വാച്ചാണ്. ഈ ബ്രാൻഡ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടാ. എന്തൊക്കെ സാധനമാണ് പുള്ളി ഭയങ്കര പൈസ മുടക്കി ചെയ്തേക്കണേ. ഇന്നലെ ഒരു കല്യാണം നടത്തണ്ടില്ല അതല്ലേ? കാശില്ല. സൂപ്പർ സൂപ്പർ. കഴിഞ്ഞാ കുട്ടിയൊക്കെ കഴിഞ്ഞാ? ഇല്ല കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഒരാളൊരു കവറുമ്പത്തിരിക്കുന്ന ആരും എത്രയെന്നറിയാം. ആ പാടി ഇത്ര നേരം വേണ്ട 5 എണ്ണം വിളിച്ച്.
ആ ഇവിടെ കുറച്ച് ഗിഫ്റ്റ് ഉണ്ട്. ഫ്രെയിം ഉണ്ട്, ഫ്രെയിം. ഫ്രെയിം ഇത് വരച്ചതല്ലേ? ഇത് നമുക്ക് പേരെന്താ? കാശിനാഥ്. കാശിനാഥ്. താങ്ക് യു കാശിനാഥ്. ഇത് പേരെന്താ? ഇത് തന്നത് എൻ്റെ കസിനാണ് കേട്ടോ. ആ അതായത് അനൂപാൻഡ് ഷിജി മാവേലിക്കര, എൻ്റെ കസിൻസ് ആണ്. ഒന്ന് കാണിച്ചു കൊടുത്തു. സൂപ്പർ ആയിട്ടുണ്ട്. താങ്ക് യു ഷിജി. മനസ്സമ്മേളത്തിന്റെ ഫോട്ടോസാ. സൂപ്പർ ഷിജി. എടുക്കാൻ എടുക്കാൻ പറ്റുന്നില്ല. ഇതാരാ? പേരില്ല. ഗംഭീര ഫോട്ടോ. അടിപൊളി. മനസ്സമ്മതത്തിന്റെ ഫോട്ടോയാണ്. വേഗം വീട് വെക്കാം, നമുക്ക് അവിടെ വെക്കാം. വീട് കൂടി വേണ്ടി വരും. കേട്ടാ? അതെ. അപ്പൊ നമുക്ക് വേഗം വീട് വെച്ചാലോ? അതെ. ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല ചേട്ടാ, ഹെൽപ്പ് ചെയ്യും. പൊക്കത്തിൽ അതൊക്കെ അത് ഇതാണ് ദംബിൾസാ. ഇതെന്താണ്? എന്താണ് പാടി വെച്ചാൽ വെച്ചത്. അയ്യോ എന്താ ചേട്ടാ ഇതെന്താണ്? ആ ഇത് കണക്ട് ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് കാണണേ. അറിയാവുന്ന ആൾക്കാരൊന്ന് കമന്റ് ചെയ്യണേ. ബൾബ് ഉണ്ട്. ഇത് ഷോയിൽ വെക്കണ സാധനം. ബൾബാണത്. അതെന്താണ്? അപ്പൊ കഴിഞ്ഞില്ലേ? ഇത് നമുക്ക് പിന്നീട് ചിന്തിക്കാം അതിനെ കുറിച്ച്. ഗംഭീരമായിരുന്നു. ഒന്നും മനസ്സിലായില്ലല്ലേ? അപ്പൊ ഇത് പ്രാവശ്യം കാണിക്കുക, എന്നാലും എടുത്ത് പറയണേ. കാര്യം എന്നാലും വളരെ സന്തോഷം. ഗൾഫിൽ നിന്നാന്ന് തോന്നല്ലേ? അറബിക്ക് ഇതാണ് പെർഫ്യൂമ സ്പ്രേ ഒക്കെയാണ്. വീണ്ടും നമ്മളെ ഫോട്ടോ ഫ്രെയിം കിട്ടിയിട്ടുണ്ട്. ഇതാരും എന്നാലും അടിപൊളി. ഇത് കഥകളി. പുതിയ വീഡിയോ വെക്കട്ടെ, ഇതൊക്കെ നമുക്ക് തൂക്കാം. ഒക്കെ പൊക്കത്തിലാടി കയറ്റി വെച്ചോ. ആനേ കരിമ്പും കാട്ടിക്ക് അറിയ പോലെ. അപ്പൊ എല്ലാരും കൂടി പറഞ്ഞേ. അപ്പൊ ഞങ്ങൾക്ക് ഗിഫ്റ്റ് തന്ന എല്ലാവർക്കും പറ. വളരെ ഒരുപാട് ഒരുപാട് സ്നേഹത്തോടെ ഒരുപാട് നന്ദി. അടുത്തൊരു വീഡിയോ ആയിട്ട് സന്തോഷമായിട്ട് നന്ദി പറഞ്ഞിരിക്കുന്നു.